ചെയ്യാന്ന് പറഞ്ഞു. ആ തരത്തിൽ ആ ബിസിനസ്സിൻ്റെ ഒരു ഇനാഗ്രേഷൻസ് കാര്യങ്ങൾ ചെയ്യണം. ആ ഇനാഗ്രേഷന് വേണ്ട സെലിബ്രിറ്റീസിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കണം. അതിന് വേണ്ട ഡെക്കറേഷൻസ് കാര്യങ്ങൾ ചെയ്യണം. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ വെച്ച് നല്ല വുമൻസുകൾ ക്യാപ്ചർ ചെയ്തെടുക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ബിസിനസ്സിനെ ഒരു ബ്രേക്ക് ഇവനിലോട്ട് എത്താൻ വരെയുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ചിലപ്പോൾ ചില ബിസിനസ്സുകൾ 6 months കൊണ്ട് ബ്രേക്ക് ഇവൻ ആവാം, ചില ബിസിനസ്സുകൾ 1 വർഷം കൊണ്ട് ബിസിനസ് ബ്രേക്ക് ഇവൻ ആവാം, ചില ബിസിനസ് ചിലപ്പോൾ 1 മാസം കൊണ്ട് ബ്രേക്ക് ഇവൻ ആവാം. ഇങ്ങനെയൊക്കെ ആവാനുള്ള ഒരു ടൈം പീരീഡ് വരെ അവരുടെ കൂടെ നിന്നോടുത്ത് നമ്മുടെ ബിസിനസ് ആണെന്നുള്ള തരത്തിൽ നമ്മൾ ആ ബിസിനസ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ അവരിൽ ഒരാളായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സ്റ്റാഫ് പോലെ തന്നെ നമ്മളും വരിക. ഞാനൊക്കെ ചിലപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഇനാഗ്രേഷനൊക്കെ നടക്കുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും. ആ തിരക്കുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാറെന്ന് അറിയോ, നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ കൗണ്ടറിൽ ബില്ലടിക്കേണ്ടത് നമ്മളായിരിക്കും, ചിലപ്പോൾ സാധനങ്ങൾ എടുത്ത് കൊടുക്കേണ്ടത് നമ്മളായിരിക്കും. ആ തരത്തിലെല്ലാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു തരത്തിലൊരു മാൻ പവർ എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ബിസിനസ് തുടങ്ങി നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ബിസിനസ് തുടങ്ങുന്നുണ്ടാവും. ആ തുടങ്ങുന്ന ബിസിനസ്സിനെ നമ്മൾ അവരിൽ ഒരാളായിട്ട് നിന്നിട്ട് ആ ബിസിനസ്സിന് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാനെപ്പോഴും പറയാറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തറ കെട്ടി കൊടുക്കും. ആ തറ കെട്ടി കൊടുത്താൽ വീട് പണിത് സെറ്റ് ചെയ്ത് അതിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ അവർ സുഖമായി താമസിക്കുന്ന ലെവലിലാക്കി കൊടുക്കും എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഒരുപാട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട് കേട്ടോ. അവരിപ്പോഴും എന്നിട്ട് നല്ല തരത്തിലുള്ള ബന്ധം പുലർത്താറുണ്ട്. പലപ്പോഴും എൻ്റെ ഒരു പ്രസൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ എൻ്റെ ഒരു സമയപരിമിതികൾ കാരണം എനിക്ക് പലരിടത്തും എത്താൻ പറ്റാറില്ല. ഞാൻ കൺസൾട്ട് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ ഞാൻ കൂടെ നിന്ന് കൊടുത്ത് ചെയ്തു കൊടുത്ത കുറേ ബിസിനസ്സുകൾ ഇന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ പ്രൗഡ് മൂമെൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ കുറേ സമയങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ പറയണം തോന്നി. കാരണം ഒരുപാട് ബിസിനസ്സുകൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റൺ ചെയ്യാൻ ഭയങ്കര തരത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയങ്ങളുണ്ട്. എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ പറയുക, കുറേ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ഭദ്രത ഉണ്ടാവും. അതിൻ്റെ പുറത്ത് അവർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാഫ് തന്നെയാണ് എപ്പോഴും ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആൾക്കാരും. നല്ല സ്റ്റാഫുകളുണ്ടോ ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നല്ല സ്റ്റാഫുകളില്ലേ ആ ബിസിനസ്സിനെ ഏറ്റവും നന്നായിട്ട് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് മനസ്സിലാക്കിയോട്ടെ. അപ്പം കുറേ ബിസിനസ്സുകൾ ഇപ്പോൾ എൻ്റെ അറിവിൽ കുറേ ബിസിനസ്സുകൾ എന്തുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ റൺ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അവരെ ഞാൻ സഹായിക്കട്ടോ. ഞാനും എൻ്റെ ടീമും അതിനൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ കൂടെ വന്നിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ് നമ്മൾ സെറ്റ് ആക്കി തരാം. നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്താണോ ആ ബിസിനസ്സിന് നമ്മളെ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഞാൻ പറയുന്ന കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം കൺസൾട്ട് ചെയ്യേണ്ട സംഭവങ്ങളും നിങ്ങളുടെ ഐഡിയാസും കൂടി വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും.